ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേത് സൂരയ തേജോവാരി മൃതാം യഥാവിനിമയോ യത്ര ഗോമുഷാനാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതത് രൂപം ഭഗവതോ ഹ്യരൂപസ്യ ചിദാത്മന. ഈ അവതാരങ്ങളൊക്കെ സത്യത്തിൽ ഭഗവാന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ജനിക്കുക, മരിക്കുക, വളരുക, അവതാരങ്ങൾ ലീലകൾ അനുഷ്ഠിക്കുക, ചിലരെ കൊല്ലുക, ഇതൊക്കെയാണല്ലോ അവതാരത്തിലുണ്ടാവുക. ഇതൊന്നും യഥാർത്ഥത്തിൽ ഭഗവാനില്ല. ഒരു അധ്യാസം കൊണ്ടുള്ളൊരു തോന്നൽ മാത്രമായിട്ടാണ്. ഇവിടെയാണ് അരൂപസ്യ ചിദാത്മന. അരൂപനും രൂപമില്ലാത്തവൻ, ആനന്ദസ്വരൂപത്തോടു കൂടിയിട്ടുള്ള ഈശ്വരന് ഒരു കൽപ്പിക്കപ്പെട്ട സംഗതി മാത്രമാണ്. ഈ യഥാർത്ഥത്തിലുള്ളതല്ല. ഈ അവതാരങ്ങൾ ഒരു തരം പ്രതീതിയാണ് ഭഗവാന്റെ കർമ്മങ്ങൾ എന്നാണ് പറഞ്ഞത്. യഥാ നപസി മേഘൗഖ രേണുർവാ പാർത്ഥിവോനിലെ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതമബുദ്ധിഭി. ഒരു ഉദാഹരണങ്ങൾ ചിലത് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. നപസി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, മേഘൗഖ മേഘങ്ങൾ കാണുന്നു. അപ്പം ഈ മേഘങ്ങൾ ശരിക്ക് ആകാശം എന്നുള്ള ഒരു സംഗതിയല്ല, പക്ഷെ ആകാശമായിട്ട് അതിനെ പറയും. മേഘങ്ങൾ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ആകാശത്തിലാണ് മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നും നീങ്ങുന്നത് എന്നും നമ്മൾ പറയുന്നത്. ആകാശത്തിലാണോ എന്ന് ചോദിച്ചാൽ മേഘം ആകാശത്തിലല്ല ശരിക്ക് എന്നാണ് പറയുന്നത്. ആകാശത്തിലാണ് എന്നാണല്ലോ നമ്മൾ പറയണത്. അങ്ങനെയില്ല. കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ നീങ്ങുകയാണ്. ആകാശത്തിൽ എന്നൊരു വസ്തുത അവിടെ ബാധകമില്ല. മേഘം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആകാശത്തിലല്ല എന്നാണ് ശരിയായ ഉത്തരം. ആകാശം എന്ന് പറയുന്നത് തന്നെ കുറേ സങ്കല്പമാണെന്നാണ്. ആകാശം എന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്രേ. ആകാശം എന്ന് പറയുന്നത് ഒന്നില്ല, അത് ശൂന്യതയാണ്. അതിനെ നമ്മൾ ആകാശം എന്ന് പേരിട്ട് പറയണു. എങ്ങനെയാണ് ആകാശം എന്ന പേര് വിളിക്കാൻ കാരണം? മേഘങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് ഒരു പരിധി വരെ. അത് കാർമേഘാവാം, വെളുത്ത മേഘാവാം, പല കളറിലുള്ള മേഘങ്ങളുണ്ട്. അത് ആകാശത്തിൽ എന്ന് പറയുന്നു. എന്താണ് ഈ ആകാശം? ഒന്ന് ചിന്തിക്കുക. ആകാശം എന്നൊന്നില്ല. മേഘങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് ആകാശത്തിൽ മേഘങ്ങൾ. മഴവില്ല് വരുമ്പോൾ ആകാശത്തിൽ മഴവില്ല്, മഴ പെയ്യുമ്പോൾ ആകാശത്തിൽ മഴ, സൂര്യൻ ഉദിക്കുമ്പോൾ ആകാശത്തിൽ സൂര്യൻ, ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആകാശത്തിൽ സൂര്യൻ, നക്ഷത്രങ്ങളോ ആകാശത്തിൽ നക്ഷത്രം. ഒക്കെ നമ്മൾ പറയണത് ആകാശത്തിൽ ആകാശത്തിൽ ആകാശം. പക്ഷേ എന്താണ് ഈ മൂന്നക്ഷരം? ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒന്നുമില്ല എന്നല്ലേ ശരി. ടെക്നിക്കലി ആകാശം ഒരു ശൂന്യതയാണ്. അങ്ങനെ ഒന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ ആ ശൂന്യതയ്ക്ക് ശൂന്യത എന്ന് പറയാൻ വയ്യ എന്ന് കരുതി അതിനൊരു പേര് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആകാശം എന്ന് കൊടുത്തതാണ് എന്നല്ലാണ്ട് അങ്ങനെ സംഗതി ഇല്ലല്ലോ. അപ്പോൾ മേഘങ്ങൾ ആകാശത്തിൽ എന്ന് പറയുന്ന പോലെയാണ് അവതാരങ്ങൾ. അതിനൊന്നും ഭഗവാന്റെ അവതാരങ്ങളൊന്നുമില്ല. പാർത്ഥിവ, ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള പൊടി വായുവിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. പൊടിപടലങ്ങൾ വായുവിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ വായുവിൽ പൊടിപടലങ്ങൾ സ്ഥിതി ചെയ്യുമോ? കുറച്ചിങ്ങനെ പറന്നു കഴിഞ്ഞാൽ അത് അവസാനം എവിടെ പോയിട്ടാണ് ഒതുങ്ങുന്നത്? സർവ്വ പൊടിപടലങ്ങളും ഭൂമിയിൽ ഒതുങ്ങണമെന്നേ ഉള്ളൂ. ആ വായുവിന് അതിന് യാതൊരു ബന്ധവുമില്ല. പൊടിപടലങ്ങൾ വായുവിൽ പാറുമ്പോൾ ആ വായുവിന് പൊടിപടലങ്ങൾക്ക് വായുവായിട്ടൊരു ബന്ധവുമില്ല. കുറേ കഴിഞ്ഞാൽ ഭൂമിയിലാണ് പൊടിപടലങ്ങൾ ഒതുങ്ങുന്നത്. എന്നാൽ വായുവിലാണ് പൊടി നമ്മൾ പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇതുപോലെയാണ്
യഥാ ഏത് വിധം അതിനെ നമ്മൾ ഉണ്ട് എന്ന് തെറ്റായി പറയുന്നുവോ, അധ്യാസം അല്ലെങ്കിൽ തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടൊരു പ്രതീതി കൊണ്ട് തോന്നുന്നുവോ, അതുപോലെ ദ്രഷ്ടരീ ദൃശ്യത്വം, ദ്രഷ്ടാവിൽ ദൃശ്യത്വം ആരോപിക്കുന്നു. മൂന്നാമത്തെ ഉദാഹരണം, 3 ഉദാഹരണമാണ് നമ്മുടെ ദ്രഷ്ടരി, കാണുന്ന ആള്. ദ്രഷ്ടരി എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവിൽ. നമ്മളൊരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ദ്രഷ്ടാവാണ്. ഏത് കാഴ്ചയെ കാണുക വെച്ചാൽ അതിനെയാണ് ദൃശ്യം എന്ന് പറയുക. അപ്പോൾ ഈ ദൃശ്യത്വം ദ്രഷ്ടാവിൽ ആരോപിക്കുന്നു എന്നല്ലാണ്ട് ദ്രഷ്ടാവ് ശരിക്കും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല. കാരണം ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ദ്രഷ്ടാവ് എന്ന് പറയുന്നതും ആ ദൃശ്യം എന്ന് പറയുന്നത് ഒരു ബന്ധവുമില്ല. ദ്രഷ്ടാവ് വേറെ, ദൃശ്യം വേറെ, കാണുക എന്ന പ്രവൃത്തി വേറെ. ഇത് മൂന്നും മൂന്നാണ്. ദ്രഷ്ടാവ് കാണുന്നു, ദൃശ്യത്തെ കാണുക എന്നുള്ള ക്രിയ. വാസ്തവത്തിൽ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. നമ്മൾ കാണുന്നു എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാഴ്ച കണ്ണിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ? എത്ര കാഴ്ചകൾ ഒരു ദിവസം നമ്മൾ കാണുന്നു, ചെറുതും വലുതും. മണിക്കൂർ കണക്കിനുള്ള സിനിമ നമ്മൾ കാണുന്നു, അതും ദൃശ്യമല്ലേ? ഇത് ഏതെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? അതോടുകൂടി ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാണുന്നു, പിന്നെയും കാണുന്നു, പിന്നെയും കാണുന്നു. പക്ഷേ ഇതൊരിക്കലും ദ്രഷ്ടാവിൽ പറ്റിപ്പിടിക്കുന്നില്ല. 3 ഉദാഹരണമാണ്. മേഘങ്ങൾ ആകാശത്തിൽ കാണുന്നു എന്ന് പറയുമെങ്കിലും ആകാശത്തിൽ ബന്ധമില്ലാത്തതുപോലെയും, നഭസി പാർത്ഥിവ ഭൂമിയിൽ പൊടികൾ, വായുവിൽ നിന്നുണ്ടായിട്ടുള്ള പൊടികൾ വായുവിൽ നിൽക്കാത്തതുപോലെയും ദ്രഷ്ടാവിൽ ദൃശ്യത്തിന് ബന്ധമില്ലാത്തതുപോലെയുമാണ് പരമാത്മാവായിട്ടുള്ള ഈശ്വരനിൽ ഈ വക പ്രവൃത്തികൾ ആരോപിക്കുന്നത്. അതപരം യദവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ടാശ്രിത വസ്തുത്വാ സജീവോ യത് പുനർഭവ. ഇവിടെ ഉദാഹരണങ്ങൾ വീണ്ടും സമർത്ഥിക്കാൻ വേണ്ടി ഓരോന്ന് പറയണം. സ്ഥൂല ശരീരത്തിൽ മാത്രമല്ല ആത്മാവിൽ ആരോപിക്കുന്നത്, അങ്ങനെയും നമ്മൾ ആരോപിക്കുന്നുണ്ട്. സ്ഥൂലദേഹത്തിൽ നിന്ന് അന്യമായതും വ്യക്തമല്ലാത്തതും, സഹസ്രനാമത്തിൽ അദൃശ്യോ അവ്യക്തരൂപശ്ച എന്ന് പറയണം. വ്യക്തരൂപനല്ല ഭഗവാൻ. വ്യക്തതമല്ലാത്തതും, വ്യക്തതയില്ലാത്തതും, വ്യക്തമല്ലാത്തതും, കാണപ്പെടാത്തതും കേൾക്കപ്പെടാത്തതുമായിട്ടുള്ള ഭാവം കൊണ്ട് നിമിത്തം ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതായ സ്വരൂപം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ രണ്ടാമത് ഒരു ജന്മത്തിന് അത് ഉപാധിയും ആകുന്നു. സ്ഥൂലദേഹത്ത് അതപരം യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം, ഒട്ടും വ്യക്തമല്ലാത്തതും എന്നാണ് അവ്യക്തം. ഗുണവ്യൂഹിതം, ഗുണങ്ങളാൽ ചമയ്ക്കപ്പെട്ടത്, ഉണ്ടാക്കപ്പെട്ടത്. സാത്വിക രാജസ താമസഭാവങ്ങളെ കൊണ്ടോ ഗുണങ്ങളെ കൊണ്ടോ ഉണ്ടാക്കപ്പെട്ട സ്വരൂപം ആത്മാവിന് ഒരു തരത്തിലുമുള്ള ബന്ധമില്ലെങ്കിലും ഉള്ളതായിട്ട് നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ജന്മമരണങ്ങൾക്കും മറ്റും അതായത് അടിസ്ഥാനം ഇതാണ്. അതപരം യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ടാച്യുത ജീവോയത് പുനർഭവ. ഇതെല്ലാം ആത്മാവിനാണ് എന്ന തെറ്റിദ്ധാരണ കാരണം പുനർജന്മം ഉണ്ടാകുന്നു. പുനർഭവം, പുനർജന്മം. ഇതൊന്നും ആത്മാവിന് ബാധകമല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിലോ പുനർജന്മം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ആത്മാവിന് ബാധകമാണോ എന്ന തെറ്റിദ്ധാരണയ്ക്കാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. ശരീരത്തിന് പ്രാപഞ്ചികമായിട്ടുള്ള ഒരവസ്ഥ, അതിന് മാത്രമേ ഇതൊക്കെ ബാധകമുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ അവതാരങ്ങളൊന്നും തന്നെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഭഗവാന് ബാധകമല്ല. ജനിക്കുകയാവട്ടെ, മരിക്കുകയാവട്ടെ, ഒരാളെ കൊല്ലുകയാവട്ടെ, ഒരാൾ സൗഹൃദമാണെന്ന് പറയുകയാവട്ടെ, ഇതൊന്നും സത്യത്തിൽ ഈശ്വരന് ഇല്ല. ഉണ്ട് എന്ന് ചില കാരണങ്ങളാൽ നമ്മളെ തോന്നിക്കുന്നു, അത്രയേ ഉള്ളൂ. യത്രേമേ സതസരൂപേ പ്രതിഷിദ്ധേ സംവിധ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. അവിദ്യയാ ആത്മനി കൃതേ,
അവിദ്യ കൊണ്ട് നമ്മൾ കൽപ്പിക്കപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ ദർശനം. യഥാർത്ഥ ദർശനമുള്ളവർക്ക് യഥാർത്ഥത്തിലുള്ള അറിവ്, കാഴ്ചപ്പാട് എന്നൊക്കെ ദർശനം ഉള്ളവർ ഏത് സമയത്തെങ്കിലും അവിദ്യ കൊണ്ട് ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ രൂപങ്ങൾ സദസത് രൂപയാ, സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടുമുള്ള രൂപങ്ങൾ ഭവിക്കുന്നു. ഇതിൽ നിന്ന് ദർശനം, ബ്രഹ്മദർശനം എന്ന് പറയുന്നത് കൽപ്പിക്കപ്പെട്ടത് മാത്രമാണെന്നും സത്യത്തിലുള്ളതല്ല എന്നും ഉള്ള അറിവിനെയാണ് നമ്മൾ ബ്രഹ്മദർശനം എന്ന് പറയുന്നത്. എല്ലാവിധ മായാഭാവങ്ങളും താൽക്കാലികമായി മനസ്സിൻ്റെ സൃഷ്ടി മാത്രമാണെന്നും സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവലോ ജനിക്കലോ പരിണാമങ്ങളോ മറ്റ് കർമ്മങ്ങളോ ആത്മാവിനില്ല. ഈ അറിവിനാണ് ബ്രഹ്മദർശനം എന്ന് പറയുന്നത്. അറിവെന്ന് പറഞ്ഞാൽ അത് പറയാൻ ഇതാക്കല്ല, അത് അനുഭവത്തിലുള്ള ഒരാളെ നമുക്ക് ജ്ഞാനി എന്ന് പറയാം, അല്ലെങ്കിൽ ആ അവസ്ഥയെ നമുക്ക് ജ്ഞാനം അങ്ങനെയും പറയാം. അത് അനുഭവവേദ്യം മാത്രമാണ്. യത്രേമേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സംവിധ അവിദ്യയാത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം. അവിദ്യ കൊണ്ടും അജ്ഞാനം കൊണ്ടുമാണ് ജനനമരണങ്ങളും സംസാരങ്ങളൊക്കെ ജീവനും ഉണ്ട് എന്ന് തോന്നുന്നത്. യദ്ദോഷോപരത് ഉപരതാദേവി മായാവൈശാരധീമതി സമ്പന്ന ഏവേദി വിദുർ മഹിംനിസേ മഹീയസേ. സർവജ്ഞനായിട്ടുള്ള ഈശ്വരനെ സംബന്ധിച്ച ക്രീഡാത്മകമായിരിക്കുന്ന അവിദ്യ, എന്തിനാണ് ഈ അവിദ്യ സൃഷ്ടിച്ചതെന്നാണ് ഭഗവാന്റെ ഒരു തമാശ എന്നോ രസമെന്നോ വിനോദമെന്നോ പറയാം. അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. മായ, ഈ മായ വിദ്യാരൂപിണിയായിട്ട് പരിണമിച്ചാൽ അപ്പോൾ ബ്രഹ്മമായിട്ട് ഭവിക്കുന്നു, ബ്രഹ്മത്തെ അറിയുന്നു. സ്വമഹിമാവിൽ തന്നെ മഹീയതാം ശോഭിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മായ എന്നിപ്പോൾ കുറച്ച് താത്വികമാണ്. അവതാരങ്ങൾ കഴിഞ്ഞു, ഇനി താത്വിക കാര്യങ്ങളെ പറയണം. ഭഗവത് അങ്ങനെ താത്വികങ്ങൾ ഒരുപാട് പറയും. ഇത് പറയണത് തന്നെ ബ്രഹ്മമാണ്, ബ്രഹ്മവിഷയമാണെന്ന് പറഞ്ഞുല്ലോ ആദ്യം തന്നെ ജന്മാദ്യസ്യ എന്നുള്ള ശ്ലോകത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രസ്താവിക്കാതെ വഴിയില്ല, പ്രസ്താവിക്കാണ്ട് നിവൃത്തിയില്ല. കേൾക്കുമ്പോൾ വിരസൊക്കെ തോന്നും, പക്ഷേ അതുകൂടാതെ ഇല്ല. യദ്യോഷോ ഭരത ദേവി മായ വൈശാരദി മതി. ഭഗവാൻ മായയെ സൃഷ്ടിച്ചു. മായ കൊണ്ടാണ് ചലനം, ജനനം, മരണം, സുഖദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഒരു പ്രതീതിയാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇതിത ബ്രഹ്മദർശനം, അവിദ്യ കൊണ്ടാണ് ഈ തോന്നലൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ പറയണ ആ അവിദ്യ, നമ്മൾ ഈ മായ എന്ന് പറയുന്ന അവിദ്യ, സത്യത്തെ മറയ്ക്കുന്നതായ അവിദ്യ തന്നെ ചിലപ്പോൾ എന്തായിട്ട് മാറും? വിദ്യയ്ക്ക് ആസ്പദമായിട്ടും മാറും. അതാണ് ഒരു വിരോധാഭാസം. തഥാ സമ്പന്ന ബ്രഹ്മമായിട്ട് ഭവിച്ച് മായ മഹിമയിൽ തന്നെ ശോഭിക്കുന്നു. അതാണ് ഈ ദേവി മഹാത്മ്യത്തിലൊരു പ്രയോഗമുണ്ട്. സ വിദ്യാപരമാമുക്തേർ ഹേതുഭൂതാ സനാതനി സംസാരബന്ധഹേതുശ്ച സേവ സർവേശ്വരേശ്വരി. ദേവി മായയായിട്ട് ഭവിക്കുന്നതും അവിടുന്നാണ്, ജ്ഞാനമായിട്ട് ഭവിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായ മായ ഉണ്ടല്ലോ, അത് രണ്ട് പുറത്തേക്ക് ഒഴുകണ ഒരു നദി പോലെയാണ്. ഇടയ്ക്ക് കാണാൻ ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് താഴ്ത്തണു നമ്മളെ. അതേ മായ തന്നെയാണ്. സത്സംഗം വേണം, ഭാഗവതം വേണം, ഈശ്വരൻ എന്താണെന്ന് അറിയണം, പ്രപഞ്ചരഹസ്യത്തെക്കുറിച്ച് അറിയണം എന്ന തോന്നൽ ആ മായ തന്നെയല്ലേ ഉണ്ടാക്കണത്. ഈ ശരീരം തന്നെയാണ്. അപ്പോൾ ഇതേ ശരീരത്തിൽ ആ മായ ചിലപ്പോൾ ഈശ്വരനെ തേടാനുള്ള ബുദ്ധി മനുഷ്യനുണ്ടാക്കും. ചിലപ്പോഴോ ഭഗവാനിൽ നിന്ന് അകലാനുള്ള ബുദ്ധിയും ഉണ്ടാക്കും. രണ്ടും ഈ മായയാണ്. യദ്ദോഷോപരതാ ദേവി മായ വൈശാരദീമതി. വൈശാരദി, വിശാരദനായിരിക്കുന്ന ആ ഒരു ഈശ്വരനെ സംബന്ധിച്ച മായ, ക്രീഡാത്മകമായിരിക്കുന്ന അവിദ്യ, മായാ വൈശാരദീമതി. ചിലപ്പോൾ ചിലരുടെ ഭാഗ്യത്തിന് ഈശ്വരനെ അറിയാനും അത് ഉതകുന്നു. സമ്പന്ന ഏവേദി വിതുർ മഹിംനിസേ മഹീയതേ. ശോഭിക്കുന്നു, മഹീയതേ ശോഭിക്കുന്നു. ആ മായ ചിലപ്പോൾ സമ്പന്നമായിട്ട് ശോഭിച്ച് ഈശ്വരനിലേക്ക് എത്തിക്കാനും
ഭാഗ്യം ചിലർക്ക് നൽകുന്നു. ഇതേ ബുദ്ധി ശരീരം മനസ്സുകൊണ്ട് ഈശ്വരനെ അറിയുന്നു ചിലർ. അതേ ബുദ്ധി മനസ്സ് ഏവം ജന്മാനി കർമാണി അകർത്തുരചനസ്യ വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേ. പ്രകാരത്തിലുള്ള ഭഗവാന്റെ ജന്മകർമ്മങ്ങൾ ഹൃത്പദേ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന്റെ, ആ ഭഗവാനൊരു വിശേഷണമാണ് അജനസ്യ. ശരിക്കുള്ള ജനനമില്ല ഭഗവാൻ, അതാണ് അജനൻ. അജനസ്യ അകർത്തു കർത്തവ്യവും ഇല്ല. പ്രവൃത്തികളൊന്നും ചെയ്യുകയോ ജന്മമില്ലാത്തതോ ആയ ഭഗവാന്റേതാണ് അകർത്തു അജനസ്യച. ഒരു ജന്മവും ഒരു കർമ്മവും ഇല്ല. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണയന്തി സ്മ കവയോ, കവി പണ്ഡിതന്മാർ വർണ്ണിക്കണു. ജനനമില്ലാത്ത ഭഗവാന് ജന്മമുണ്ട് എന്ന് പറയണു, കർമ്മമില്ലാത്ത ഭഗവാന് കർമ്മമുണ്ട് എന്നും പറയണു. വേദഗുഹ്യാനി ഹൃത്പദേ, വേദങ്ങൾ രഹസ്യങ്ങളായിരിക്കുന്ന ഈ ജന്മകർമ്മങ്ങളെ പറയുന്നു. എല്ലാവർക്കും അത്ര സ്പഷ്ടമല്ലാത്ത ഈ ജന്മകർമ്മങ്ങളെ പറയുന്നു. വേദങ്ങളും അറിവുള്ളവരും. സവാ ഇതം വിശ്വമമോഘലീല സൃജത്യവത്യത്തിനതജ്ഞതേസ്മിൻ ഭൂതേഷു ചാന്തർഹിതാത്മതന്ത്രവർഗം ജിക്രതി ഷഡ്ഗുണേശ. നിഷ്ഫലമല്ലാത്തതായിരിക്കുന്ന ഭഗവാന്റെ ലീലകൾക്കാണ് അമോഘ ലീല. മാഹാത്മ്യം വർണ്ണിച്ചാൽ കഴിയാത്തത് എന്നർത്ഥം. അമോഘം, വർണ്ണനാതീതം. വർണ്ണനാതീതമായിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ, വളരെയേറെ മഹത്വമുള്ള ആ ഭഗവാന്റെ ലീലകൾ അവൻ തന്നെ ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നു, അവൻ തന്നെ രക്ഷിക്കുന്നു, അവൻ തന്നെ സംഹരിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥം. എങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാൻ? ഏതൊരു ഭഗവാന്റെ ലീലകളെയാണോ സാധാരണ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തത്, അവർണ്ണനീയമായിട്ടുള്ള മാഹാത്മ്യം ഉള്ള ഏതൊരു ഭഗവാൻ ഉണ്ടോ ആ ഭഗവാൻ സൃജത്യവത്യത്തി. സൃജതി സൃഷ്ടിക്കുക, അവധി രക്ഷിക്കുക, അത്തി ഇല്ലാണ്ടാക്കുക. അത്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, സംഹരിക്കുക. സൃജതി അവധി അത്തി, 3 വാക്കാണ്. സൃജത്യവത്യത്തി, സൃജതി അവധി അത്തി, സൃജത്യവത്യത്തി. ന സജ്ജതേസ്മിൻ ഭൂതേഷു അന്തർഹിത ആത്മതന്ത്ര ഷഡ്ഗം ജിക്കതി ഷഡ്ഗുണേശ. ഇതിൽ യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല ഭഗവാന്. ഷഡ്ഗം ജിക്കതി ഷഡ്ഗുണേശ. ന സജ്ജതേസ്മിൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടാതെ, സജ്ജതയെ ബന്ധപ്പെടുക, ന സജ്ജതയെ ബന്ധപ്പെടാതെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഭൂതങ്ങളിൽ അന്തർഹിത മറഞ്ഞിരിക്കുന്നവനായിട്ട് ഷഡ്വർഗികം എന്ന് പറഞ്ഞാൽ 6 ഇന്ദ്രിയങ്ങൾ. അത് 6 പറഞ്ഞാൽ മനസ്സാണ് 1, പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സാണ് ഷഡ്വർഗികം. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ അനുഭവിക്കുന്നു, ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് അനുഭവിക്കുന്നു. ഒരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന അമോഘമായിരിക്കുന്ന മാഹാത്മ്യത്തോട് കൂട്ട് വർണ്ണിച്ചാൽ കഴിയാത്ത അമോഘ ലീലയോട് കൂടിയിട്ടുള്ള ഭഗവാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. സൃജതി അവധി അത്തി. പക്ഷേ അതിനുമായിട്ട് ബന്ധമില്ല. അതാണ് ന സജ്ജതേസ്മിൻ. അങ്ങനെ സ്വതന്ത്രനായിട്ട് ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വിഷയം അനുഭവിക്കുന്നു. സ്വതന്ത്രനായിട്ട് എന്നാണ്. നമ്മൾ അസ്വതന്ത്രരായിട്ടാണ് അനുഭവിക്കുന്നത്. ഭഗവാൻ സ്വതന്ത്രനായിട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്. വ്യത്യാസമുണ്ട്. ഒന്നിലും ബന്ധമില്ലാണ്ടാണ് നമ്മൾ പലതിനോടും മായ ബാധിച്ചിട്ട് സുഖദുഃഖങ്ങൾക്ക് വശംവദരാകുന്നു എന്നർത്ഥം. ന ചാസ്യ കശ്ചിന്ഗുണേന ധാതുർ അവൈതി ജന്തുക്കുമനീഷൗതി നാമാനി രൂപാണി മനോവചോബി സന്തന്നതോ നടചര്യാമിവാജ്ഞ. അജ്ഞ അവസാനത്തേന്ന് തുടങ്ങണം. അറിവില്ലാത്തവൻ. നടചര്യാം ഇവൻ്റെ വൃത്തിയെപ്പോലെ, അഭിനയവൃത്തിയാണല്ലോ ഭഗവാനെ, അഭിനയവൃത്തിയെപ്പോലെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നാമങ്ങളെയും രൂപങ്ങളെയും ഏറ്റവും വിസ്തരിക്കുന്നു. കാരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, രൂപങ്ങളെ പറയുന്നു. ഇതൊന്നും സത്യത്തിലില്ലാത്തതാണ്. അപ്പോൾ ഭഗവാന്റെ ഇല്ലാത്ത രൂപങ്ങളെയും ചെയ്യാത്ത പ്രവൃത്തികളെയും അജ്ഞന്മാർ വർണ്ണിക്കുന്നു. അപ്പോൾ കഥ പറയുന്നവരൊക്കെ വിഡ്ഢികളാണ് എന്നാണോ? അങ്ങനെയില്ല. അങ്ങനെ പറഞ്ഞാലേണ് ഇതൊന്നും ഇല്ലാത്ത ഭഗവാന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഉള്ളതായിട്ട് പറയണം. ഒരു തരം അജ്ഞാനമാണ്, എങ്കിലും ജ്ഞാനത്തിന് വേണ്ടിയാണ് പറയണം. അപ്പോൾ ഇല്ലാത്ത കഥയൊക്കെ അപ്പോൾ എന്തിനാണ് ഭഗവാനെ കുറിച്ച് പറയണം?
ഉള്ള ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാവുകൊണ്ട് അതില്ലാത്തതാണ് എന്നുള്ള ദോഷം അവിടെ ഇല്ല. ഇല്ലാത്തത് പറഞ്ഞിട്ട് എവിടേക്കാണ് എത്തിക്കുന്നത്? ഉള്ളിടത്തേക്കാണ്. ആണ് വ്യത്യാസം. നചാസ്യ കശ്ചിൻ നിപുണേന ധാതുരവേദ് ജന്തുക്കുമനീഷൗതി നാമാനി രൂപാണി മനോമജോഭി തന്തന്നതോ നടചര്യാം ഇവ അജ്ഞ. അജ്ഞൻ, അറിവില്ലാത്തവർ, കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഭഗവാന്റെ കർമ്മങ്ങളെയും ജന്മങ്ങളൊന്നും ഇല്ലാത്ത ജന്മങ്ങളെയും നാമങ്ങളില്ലാത്ത ഭഗവാന്റെ നാമങ്ങളെയും വർണ്ണിക്കുന്നു. സന്തന്നതോ നടചര്യാം ഇവ അജ്ഞ, അതൊക്കെ വർണ്ണിക്കുന്നു. ഒടുവിൽ ഈശ്വരനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സവേദധാതു പദവിംബരസ്യ ദുരന്തവീര്യത്തരതാംഗമാണേയോ അമായ സന്തതയാനുവൃത്യ വചേത തത്പാദതരോജഗന്ധം. അപ്പം യാതൊരുത്തൻ കാപട്യമില്ലാത്ത ഭാവത്തോടു കൂടിയുള്ള ഇടവിടാതെയുള്ള ഈ ജന്മകർമ്മങ്ങൾ ഇല്ലാത്തതാണെങ്കിലും കേൾക്കുന്നുവോ, അവൻ ഭഗവാന്റെ പാദപത്മത്തെ ഭജിച്ച് ക്രമേണ എന്തായിട്ട് തീരുന്നു? മായയ്ക്ക് അതീതമായിട്ട് തീരും. മാർഗത്തെ അറിയുന്നു. വേദമാർഗത്തെയും ഈശ്വരനിലെത്താനുള്ള മാർഗത്തെയും അറിയുന്നു. രഥാംഗപാണേ ഭഗവാൻ, രഥാംഗപാണി ഭഗവാന്റെ ഒരു പേര്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭഗവാനിലെത്താനായിട്ട് സാധിക്കും. ഭഗവത് പാദപത്മത്തിൻ്റെ സുഗന്ധം അവരറിയുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഇല്ലാത്തതൊക്കെ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഉള്ളതിലേക്ക് എത്തുള്ളൂ എന്നുള്ളതിനൊരു ഇപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞത്. ലീലകളോ അവതാരങ്ങളോ ജന്മമോ കർമ്മമോ ഇല്ലാത്തതാണ്. അപ്പോൾ അത് ഉണ്ടാക്കി പറഞ്ഞിട്ട് എങ്ങനെ ഭഗവാനിലേക്ക് എത്തുക? അത് ഒരു അത്ഭുതമില്ല അതിന്. അങ്ങനെ ചെറിയ കുട്ടികളോട് ഇപ്പം നമ്മൾ കുറുക്കൻ സംസാരിച്ചു, കുറുക്കൻ പറഞ്ഞു, സിംഹം പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ കുറുക്കൻ പറയുമോ? ഏത് ഭാഷയിലാണ് കുറുക്കൻ പറയുക? അതൊന്നും അവിടെ ഉള്ളതല്ല. പക്ഷെ കുട്ടിക്ക് അതിൽ നിന്നൊന്ന് പഠിക്കാനുണ്ടാവും. പണ്ടത്തെ കഥയിലൊക്കെ ഒരു ഗുണപാഠമുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുട്ടിയെ കൊണ്ടുവരാനാണ് ഈ ഇല്ലാത്ത കഥയൊക്കെ പറയണത്, അല്ലേ? ഇപ്പോൾ കണക്ക് പഠിപ്പിക്കാറുണ്ട്. 4 - 3 = 1. ഇത് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാവുമോ? ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല. നമുക്ക് അടക്കപ്പം മനസ്സിലാവില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എങ്ങനെ പറയുക? 4 ആപ്പിൾ ഉണ്ടായിരുന്നു, അതിൽ 3 ആപ്പിൾ പോയി. എത്ര ആപ്പിൾ ഉണ്ടാവും? ഇതിൽ 4 ഇഡ്ഡലി ഉണ്ടായിരുന്നു, 4 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. 3 ബിസ്ക്കറ്റ് ഭക്ഷിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? ഇങ്ങനെയല്ലേ കുട്ടികളെ കണക്ക് പഠിക്കുക? അല്ലെങ്കിൽ അല്ല പറയൂ. എല്ലാവരും അങ്ങനെയാണ് കണക്ക് പഠിപ്പിക്കുക. അതിന് ചില ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. സത്യത്തിൽ അവിടെ ബിസ്ക്കറ്റ് ഉണ്ടോ, ഇഡ്ഡലി ഉണ്ടോ, ആപ്പിൾ ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? ഇതൊക്കെ ഇല്ലാത്തതാ. എന്നാൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി 4 - 3 പോയാൽ 1. 4 - 3 പോയാൽ 1. അതാ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ ബിസ്ക്കറ്റിനെ വിട്ടു, ഇഡ്ഡലിയെ വിട്ടു, ആപ്പിളിനെ വിട്ടു, ഓറഞ്ചിനെ വിട്ടു, ഒക്കെ വിട്ടു. പക്ഷേ അവിടേക്ക് എത്തിക്കാൻ എന്ത് വേണ്ടി വന്നു? ഈ ആപ്പിളും ഓറഞ്ചും ബിസ്ക്കറ്റും ഒക്കെ വേണ്ടി വന്നു, ഇല്ലേ? ഏത് കുട്ടിക്കും അങ്ങനെ ഉദാഹരണങ്ങൾ കൂടിയിട്ടാണ് കണക്ക് പഠിപ്പിക്കുക. ഉദാഹരണം ഇല്ലാണ്ട് കണക്കില്ല കേട്ടോ. നോക്കി നിങ്ങൾ ആര് കണക്ക് പഠിപ്പിച്ചാലും അതൊരു ഉദാഹരണം ഉണ്ടാവും. അതുപോലെ സവേദധാതു പദവിംബരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേ യോ അമായ സന്തതയാനുവൃത്യ. അമായ എന്ന ജന്മല്യ കർമ്മല്യ ഒന്നുമില്ല. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഭഗവാനെ അറിയാൻ ഇതൊക്കെ ഉള്ളതായി ആരോപിക്കുന്നു. ഏതൊരാൾ രഥാംഗപാണിയായിട്ടുള്ള ഭഗവാന്റെ ആ വീര്യങ്ങളെ, ഇല്ലാത്ത വീര്യങ്ങളെ കേട്ടോ, കീർത്തിച്ച് സന്തതയാനുവൃത്തിയ എപ്പോഴും അനുസന്ധാനം ചെയ്യുന്നുവോ അവർ ഭഗവത് പാദപത്മത്തിൽ ഭക്തി വർദ്ധിച്ച് ഈശ്വരനെ അറിയുന്നു. ഇല്ലാത്ത ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചിട്ട് അവസാനം എന്താവണു? ഇതൊന്നും ഇല്ലാത്തതാണ് ഭഗവാൻ എന്ന സത്യത്തിൽ എത്തുന്നു. അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അതേകധന്യാ ഭഗവന്തൈദമ്യത് വാസുദേവേഹിലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്തൗഗ്ര. അതുകൊണ്ട് ശൗനകാദികളെ നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാണ്. കാരണം ഭഗവാന്റെ ഈ ധന്യ കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയല്ലോ. പറയാൻ പറ്റുക, കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ഒരു ഭാഗ്യമുള്ളവർക്ക് നല്ല അന്തരീക്ഷങ്ങളും അതൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു സുഹൃതം കൊണ്ടുണ്ടാവുകയാണ്. എല്ലാ ദിക്കിലും എപ്പോഴും സുലഭമല്ല. നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതേ കധന്യാ
കുറച്ച് ഭാഗ്യം എനിക്കുണ്ട് എന്ന് സൂതം പറയുകയാണ്. കാരണം പറയാൻ അവസരം കിട്ടിയല്ലോ. അല്ലാത്തവർക്കിതൊന്നും പറയാൻ പറ്റില്ല. യത് വാസുദേവേ അഖിലലോകനാഥേ, അഖിലലോകനാഥനായിരിക്കുന്ന ഭഗവാന്റെ ഈ വക കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഇത് കിട്ടിയല്ലോ. അതുകൊണ്ട് എന്താ ഗുണം? ഗുണം വേറൊന്നുമല്ല, ന എത്ര ഭൂയ പരിവർത്ത ഉഗ്ര, എല്ലാ ദുഃഖത്തിനും കാരണമായ പുനർജന്മം ഉണ്ടാവില്ല. കണ്ടോ ഭാഗവതം ഫലശ്രുതി പറയണത്? സ്വർണം കിട്ടും, രത്നം കിട്ടും, എസ്റ്റേറ്റ് കിട്ടും പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല. ഭാഗവത്തിൻ്റെ യഥാർത്ഥ ഫലശ്രുതി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണു. എന്താ? ഭഗവാന്റെ കഥ കേട്ടാൽ കിട്ടുക, ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞില്ല. നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര, ഒന്നുറപ്പാ ഇനി ഇവിടേക്ക് വരേണ്ടി വരില്ല. അപ്പോൾ ആ ലക്ഷ്യമുള്ളവർക്ക് അത് വലിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ലക്ഷ്യം വേണം, അത് വേണം. എന്താ ഇപ്പോൾ ഇവിടെ വരാതിരുന്നിട്ട് പത്രകാര്യം ചിന്തിച്ചാൽ പോയി കഥ. പിന്നെ ഒന്നും എന്തിനൊന്നും മെനക്കെടാണ്ടിരിക്കുക നല്ലത്. ഇവിടെ വരണ്ട എന്ന ഉറപ്പുണ്ടാവണം. അതിനുള്ള മനോഭാവമുള്ളവർക്കാണ് ഭാഗവതം. അല്ലാണ്ട് കാര്യസാധ്യത്തിനും ഉണ്ണി ഉണ്ടാവാനും കല്യാണം കഴിയാനും എസ്റ്റേറ്റ് വാങ്ങാനും ഒന്നും അല്ല ഭാഗവതം. അത് മനസ്സിലാക്കുക. അതാണ് തഥേഹധന്യാ ഭഗവന്തയിത്തം. അത് ഇവിടെ വരരുത് എന്ന് ആഗ്രഹമില്ലാത്തവർ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകരുത്. അവർക്കൊന്നും തിന്നില്ല, കഴിക്കാൻ പോകില്ല. ഇതിൻ്റെ ഉദ്ദേശം അതാണ്. അതേകധന്യ ഭഗവന്തയിത്തം വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം. കേട്ടിട്ടും ചിന്തിച്ചിട്ടും ഭഗവാനുമായിട്ട് ആത്മഭാവം വന്ന് ദുഃഖകാരണമായ പുനർജന്മം വീണ്ടും അവർക്ക് ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് ആഗ്രഹം ഉണ്ടാവേണ്ടത്. അത് ആഗ്രഹമുള്ളവർക്ക് ഭാഗവതത്തിൽ കൂടെ അവിടേക്ക് എത്താനും പറ്റും. അപ്പോൾ ആദ്യം അതിനുള്ളൊരു അർഹത നമ്മൾ ഉണ്ടാക്കണം. അതിനെന്താണ്? ഇത് ദുഃഖകരമാണെന്ന് മനസ്സിലാവണം. ശരീരം ദുഃഖകരമാണ്, ലോകജീവിതം ദുഃഖകരമാണ്. ഇതിൽ നിന്ന് ലവലേശം സുഖമില്ല, ഒരു ജീവിക്കുമില്ല. അതന്നെ പലർക്കും അറിയില്ല. പാവങ്ങളെന്നാണ് ഞാൻ അവരെ പറയുക. എന്താ കാരണം വെച്ചാൽ അവരെത്ര ബുദ്ധിമുട്ടിയിട്ട് പണം സമ്പാദിക്കണം, എത്ര ബുദ്ധിമുട്ടിയിട്ട് വിവാഹം കഴിച്ച മക്കൾ, അവരുടെ വിചാരം ഇതിൽ നിന്ന് സുഖം കിട്ടുന്നതാണ്. അത്ര വലിയൊരു വിഡ്ഢിത്തം ആദ്യം വേറെ എവിടെയില്ല, ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. നിങ്ങളത് സംശയിക്കൊന്നുമില്ല ആ കാര്യത്തിൽ. ഈ ലോകത്തിൽ ഈ ശരീരം എടുത്തിട്ട് കുറച്ച് സുഖിക്കാം എന്ന് വിചാരിക്കണ്ട. അഥവാ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് നേരത്തേക്കോ കാലത്തേക്കോ ആവും. അത് അതിൻ്റെ അപ്പുറത്ത് കാത്തിരിക്കുന്നത് എന്താ? ദുഃഖമാണ്. അതിന് വേണ്ടിയാ ഇപ്പം സുഖത്തിൽ കൂടെ ദുഃഖത്തിലേക്കാണ് പോണത്. അപ്പോൾ ഒരിക്കലും ഈ ശരീരം കൊണ്ട് സുഖം ഉണ്ടാവില്ല എന്ന് ഉറച്ചവർക്ക് പിന്നെ ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവർക്കാണ് ഭാഗവതം, അത് അവർക്ക് ലഭിക്കും ഇവിടെ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാനുഷി. ഈ ങ്ങളെ കീർത്തിക്കുന്നതിനാണ് ശൗനകാദികളെ ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ കീർത്തിക്കുന്ന ഈ ഭാഗവതം ആ ഉത്തമ ശ്ലോകചരിതം, ഭഗവാന്റെ കഥ ഭഗവാനായിരിക്കുന്ന വ്യാസൻ രചിച്ചു. നിശ്രേയസായ ലോകസ്ഥ ധന്യം സ്വസ്ഥേനം മകൾ തടിതം ഗ്രാഹയാമാസ സുതമാത്മപദം വരം. പുത്രനായിരിക്കുന്ന സുഖനെ പഠിപ്പിക്കുകയും ചെയ്തു. വ്യാസൻ ജനിച്ചു. നിശ്രേയസായ ലോകത്തിന് വളരെയേറെ ശ്രേയസ്സുള്ളതും, ശ്രേയസ് തന്നെ മോക്ഷത്തിനായിക്കൊണ്ട്, യഥാർത്ഥത്തിൽ മോക്ഷത്തിനായിക്കൊണ്ട് ധന്യം സ്വസ്ഥേനം എല്ലാ മംഗളങ്ങളും നൽകുന്ന ഇത് ഗ്രാഹയാമാസ സുതം ഗ്രാഹയാമാസ, സുതനായിരിക്കുന്ന സുഖമഹർഷിയെ പഠിപ്പിക്കുകയും ചെയ്തു. വലിയൊരു കാര്യം കൃത്യമാണ് അദ്ദേഹം ചെയ്തത്. സർവവേദേതികാസാനാം സാരം സമുത്തദന്തദുസ്തം ശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. ഇവിടെ ഒന്നും കൂടി ഉണ്ട്. ഇത് പഠിച്ചാൽ വേറൊന്നും പിന്നെ പഠിക്കേണ്ട. അതാണ് സർവവേദേതിഹാസാനാം സാരം സമുദ്രതം. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേദങ്ങളും ഇതിഹാസങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിൽ പറഞ്ഞതൊന്നും പിന്നെ വേറെ നോക്കണ്ട. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങൾ, ഇതിലത്തെ 2 അധ്യായം രാമായണം കേട്ടാൽ മതി. എവിടെ ഉണ്ട് അതാ പറഞ്ഞത്. കൂർമ്മ പുരാണം വായിക്കേണ്ട, കൂർമാവതാര കഥ കേട്ടാൽ മതി. ഇല്ലേ? എല്ലാം ഉണ്ട്. ഹരിവംശ വിഷ്ണു പുരാണത്തിലെ പെട്ട കൃഷ്ണകഥകളും ഇതിനകത്തുണ്ട്.
വാമന പുരാണം കേൾക്കണ്ട, വാമനാവതാര ചരിതം കേട്ടാൽ മതി 6 അധ്യായം. അപ്പോൾ ആ പുരാണത്തെ സാരം പിടിത്തിരിക്കുക. 14,000 മത്സ്യപുരാണം വായിച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിലത്തെ ഒരു അധ്യായം മത്സ്യാവതാര ചരിതം കേട്ടാൽ മതി. സാരം സാരം സമുദ്രിതം. എല്ലാ പുരാണ ഇതിഹാസങ്ങളുടെയും സാരം ഇതിലുണ്ട്. സാരല്ലേ അറിയണ്ടു, സാരമല്ലാത്ത എന്തിനാ വെറുതെ കുടിച്ച് ബുദ്ധിമുട്ടണം. കഞ്ഞിയിലത്തെ ലേശം വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളം മുഴുവനെ കുടിപ്പിക്കുക ഒരു ശൈലിയുണ്ട് മലയാളത്തിൽ. വേണ്ട, ഇതാ സാരം മാത്രം എടുത്തു വെച്ച ഒരു പുരാണമാണ്. അത് കഴിഞ്ഞ എല്ലാ പുരാണത്തെ സാരം സാരം സമുദ്രതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. മഹാരാജാവിട്ട പരീക്ഷത്തിനെ കേൾപ്പിച്ചു. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭി തത്ര കീർത്തയതോ വിപ്ര പ്രഷേർഭൂരി തേജസ. ഗംഗയിൽ പ്രായോപവേശം ചെയ്ത 7 ദിവസത്തിനുള്ളിൽ മരിക്കും. അവന് ഒരു ഭക്ഷണവും കഴിക്കാണ്ട് പ്രായോപവേശം ചെയ്യുക, അതിനാണല്ലോ പ്രായോപവിഷ്ടം. ആ പരീക്ഷത്തിനായി കൊണ്ട് കേൾപ്പിച്ചു. അതീവ തേജസ്വികളായിട്ടുള്ള ശുഗമഹർഷി കേൾപ്പിച്ചു. അവരൊക്കെ കേട്ടു. അവിടെ ഒരുപാട് ആളുണ്ട്, പരീക്ഷത്ത് മാത്രമല്ല ശൗനകാദികളും ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പോയിട്ട് കേട്ടു എന്ന് സൂതൻ പറയുകയാണ്. എന്നിട്ടാണ് എനിക്കിത് മനസ്സിലായത്. കേട്ടല്ലാതെ മനസ്സിലാവില്ല, വായിച്ചതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല. അനുഭവസ്ഥന്മാർ പറയുന്നത് കേട്ടുമ്പോഴുള്ള അനുഭവം അതുകൊണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ അഹംജാത്യഗമൻ തത്ര നിവിഷ്ടത്തനുഗ്രഹാൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ സദസ്സിൽ ഞാൻ പോയിരുന്നു എന്ന് പറയുക. സൂതനാണ് പറയണത്. ഞാൻ അവിടെ പോയിരുന്നു, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മഹാന്മാർ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് നമുക്കും ഇത് പറഞ്ഞു തരാനുള്ള അറിവുണ്ടാവണം. സ്വന്തം വായിച്ചുകൊണ്ടൊക്കെ ഒരു പരിധി വരെ തന്നെ ഉണ്ടാവുള്ളൂ. അത് മാറ്റർ പഠിക്കലേ ആവുള്ളൂ, സയൻസ് പഠിക്കുക അതല്ല. ഇത് അനുഭവം ഉൾക്കൊള്ളുക എന്നൊരു വലിയ സംഗതി ഇതിനകത്തുണ്ട്. അത് അനുഭവസ്ഥർ പറയുന്നതിൽ കൂടെ മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. അഹഞ്ചാത്യഗമൻ തത്ര നിവിഷ്ടത്തനുഗ്രഹാൻ സോഹംവശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. ഞാൻ കേട്ട പോലെ പഠിച്ച പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വന്തം ഇഷ്ടപ്രകാരം പലരും വലിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. വ്യാഖ്യാനം അവരുടെ ഇഷ്ടത്തിനും സന്ദർഭത്തിനും അവരുടെ ജീവിതത്തിലേക്കും പോന്നിയ പോലെയും അവരുടെ ആശയം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും ഭാഗവതത്തിനെ ഒരു പ്രമാണമാക്കുക. ഇത്ര വലിയ പാപവും തെറ്റും വേറെയില്ല. അതിനൊന്നും നമുക്ക് അധികാരമില്ല. അതെന്ത് വെച്ചിട്ടാണ് കളിക്കണതെന്ന് നോക്കണം. വലിയൊരു ശാസ്ത്രമാണ്. അത് തന്നെ ഭഗവാനാണെന്ന് പറയണു. അതുകൊണ്ടാണ് കളിക്കണത്. പാടില്ല. അപ്പം എങ്ങനെ നമ്മൾ കേട്ടുവോ, എങ്ങനെ നമ്മൾ ശീലിച്ചുവോ, എങ്ങനെ ആചാര്യന്മാർ പറഞ്ഞുവോ, യഥാതീതം യഥാമതി. നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കാനുള്ളതല്ലത്. ഏത് രീതിയിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതുപോലെ പരീക്ഷത്തിന് പ്രായോപവേശം ചെയ്ത സമയത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടു. ആ കേട്ട പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേൾപ്പിക്കാം. സോഹം വശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. കൃഷ്ണേ സധാമോപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലോ നഷ്ടദൃശാമേഷ പുരാണർക്കോധുനോദിതാം. ഇത് അവസാനത്തെ ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. കൃഷ്ണേ സ്വധാമോപഗതേ, അവതാര ലീലകൾ കഴിഞ്ഞ് കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുവായിട്ട് പോയി എന്നാണ് കഥ. അപ്പോൾ ധർമ്മം ഏതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്? അങ്ങനൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് പ്രഥമ സ്കന്ധത്തിൽ. ആദ്യത്തെ സ്കന്ധത്തിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. എത്രാമത്തെ ശ്ലോകം? 23ാമത്തെ ലാസ്റ്റ് ശ്ലോകം 1-ാം അധ്യായത്തിൽ. ഇവിടെ 23 എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കുക, പിന്നെ മറച്ചു നോക്കിയാൽ മതി. 23 ആ ശ്ലോകത്തിൽ പറയുന്നു, ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവൺമണി. ബ്രഹ്മസ്ഥാനത്തേക്ക് പോയതായിട്ടുള്ള സമയത്തിങ്കൽ സ്വാം കാഷ്ടാമധുനോപേതേ, തൻ്റെ സ്ഥാനത്തേക്ക് പോയിരിക്കെ അതിനുശേഷം ധർമ്മം ഏതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്? ഈ ഭാഗവതത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഭാഗവതമാണ് ഇവിടെ ധർമ്മം നടത്തണത്. കലവും നഷ്ടദൃശാമേഷ, കലിയുഗത്തിൽ കണ്ണും ചെകിടും നഷ്ടപ്പെട്ട ഓടണ മനുഷ്യൻ എന്ന് പറയാണ്. കണ്ണേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ചെകിടും നഷ്ടപ്പെട്ടിട്ടുള്ള ഓട്ടമാണ്. എന്തിന്? 4 കാശുണ്ടാക്കാനും പരദൂഷണം പറഞ്ഞിട്ടും നിസ്സാര കാര്യത്തിൻ്റെ പിന്നാലെയാണ് ഓട്ടം. ആലോചിച്ച് നോക്കിയാലേ
കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിവിധ കലവും നഷ്ടദൃശാമേഷ. കണ്ണില്ലാണ്ട് ഓടുന്ന ആൾക്കാർക്ക് എന്താണ് ധർമ്മത്തിന് ആശ്രയം? പുരാണർക്കോ അതുനോദിത. പുരാണങ്ങളിൽ വെച്ചിട്ട് സൂര്യനാണ് ഭാഗവതം. സൂര്യൻ വന്നാൽ ബാക്കി ഒരു ഗ്രഹത്തിനും ശോഭയില്ല. അതുപോലെ ശ്രീമദ് ഭാഗവതം വന്നൊരു സ്ഥലത്തിൽ വേറൊരു പുരാണവും പിന്നെ ശോഭിക്കില്ല. സൂര്യൻ വന്നാൽ ബാക്കിയുള്ളതിനും വല്ലതിനും കേമത്തുണ്ടോ? സിംഹം വന്നാൽ ബാക്കി മൃഗങ്ങൾക്കൊക്കെ കേമത്തുണ്ടോ? അതുപോലെ പുരാണർക്കോ അതുനോദിത. പുരാണങ്ങളിൽ വെച്ചിട്ട് സൂര്യനായ ശ്രീമദ് ഭാഗവതം ധർമ്മം സംസ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ശോഭിക്കണു. സർവ്വ ആശയും നശിച്ച് നിരാശയിലേക്ക് പോകണ്ട. ആരും നിരാശയിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ആശയ്ക്ക് വഴിയുണ്ട്. അത് ഈ ശ്രീമദ് ഭാഗവതമാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്രയും അധർമ്മം പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ, അതെന്താ അത് പാടുമോ? ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടപ്പോൾ അവിടെ അധർമ്മം ഉണ്ടാവാൻ പാടുമോ? അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. രണ്ടുത്തരം ഉണ്ട് കേട്ടോ. ഒന്ന്, ലോകത്തിൻ്റെ ആ ഒരു സ്വഭാവം കലിയുഗമാകുമ്പോൾ വിശേഷിച്ചും കാണിക്കും. കലിയുഗമാകുമ്പോൾ വിശേഷിച്ചും കലിയുഗത്തിന് യുഗധർമ്മം, കലിയുടെ ധർമ്മം ആണ് ധർമ്മം ഇല്ലാണ്ടേക്കലി. ധർമ്മം സ്ഥാപിക്കുകയല്ല കലിയുടെ ധർമ്മം. കലിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഉള്ള ധർമ്മത്തിനെ ഇല്ലാണ്ടേക്കലാണ്. അതിന് ഈശ്വരൻ കൊടുത്ത ധർമ്മം. ഈശ്വരൻ കൊടുത്ത ധർമ്മം ചെയ്യണ്ടേ? അപ്പോൾ കലി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഭക്തന്മാരെ കലി ബാധിക്കില്ല. അതൊരു വാക്ക് കൊടുത്തിട്ട് തന്നെയുണ്ട്. അതുകൊണ്ടാണ് കലിയെ കൊല്ലാതെ വിട്ടത്. ആ കഥ വരുന്നുണ്ട്. കലിയെ വേണമെങ്കിൽ നിഷ്പ്രയാസം പരീക്ഷത്തിന് കൊല്ലായിരുന്നു. പരീക്ഷത്താണ് കൊല്ലാൻ അവസരം കിട്ടിയത്. രാജാവല്ലേ, രക്ഷപ്പെട്ടു. എന്തിന്? ഭക്തന്മാരെ നീ ബാധിക്കില്ല, അങ്ങനെ വെച്ചാൽ ഞാൻ കൊല്ലണില്ല. ഒരു ഗുണമുണ്ട് കലിക്ക്. പല ദോഷങ്ങളും ഉണ്ട്. വെച്ചാൽ ഈ ഒരു ഗുണം ഭക്തി ഇല്ലതിക്കൽ കലി പ്രവേശിക്കില്ല, അവിടുന്ന് ഓടി പൊക്കോളുന്നാണ്. അവിടെ നമുക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ കലി ബാധിക്കാതെ പോവും. പുരാണർക്കോ അതുനോദിത. അപ്പോൾ ആ കലിയിൽ നഷ്ടം സ്ഥാപിക്കുന്നു. അപ്പോൾ പിന്നെ കാണുന്ന അധർമ്മങ്ങളോ അത് കലിയുടെ ധർമ്മമായിട്ട് ഭഗവാൻ തന്നെ ഒരു പരിധിവരെ അനുവദിക്കപ്പെട്ടതാണ്. അതുണ്ടാവും. ഗുണവും ദോഷവും ഇല്ലാതെ ലോകമില്ല, പ്രപഞ്ചമില്ല. അത് നമുക്ക് സാധിക്കില്ല അങ്ങനെ ലോകത്തെ വിഭാവനം ചെയ്യാൻ. പിന്നെ ലോകം തന്നെ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ അതങ്ങനെ പൊക്കോട്ടെ. ആ ദോഷത്തെ നമ്മൾ കണ്ടു നടിക്കേണ്ട. അത് നമ്മളെ ബാധിക്കാതെ നോക്കിയാൽ മതി. ഭാഗവതത്തിന് അതില്ലാണ്ടാക്കാനുള്ള ശക്തി ഇല്ല എന്ന് വാദിച്ച് പോവരുത്. തീർച്ചയായിട്ടും ഉണ്ട്. ഭാഗവതയജ്ഞങ്ങളും ഭാഗവതവും ഉണ്ടാവുകൊണ്ടാണ് ഈ ഭാരതത്തിൽ ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ പോണത്. വേറെ രാജ്യത്തുകളെല്ലാം തിരിഞ്ഞ് നോക്കൂ. കാറിലിരുത്തി ഭാര്യ വന്നാൽ കാറും ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇന്നൊരു ഭാര്യയാണ്, നാളൊരു ഭാര്യയാണ്, മറ്റന്നാൾ വേറൊരു ഭർത്താവാണ്. ആയിട്ടുണ്ടോ ഇവിടെ? ഇന്ന് വരെ അങ്ങനെ ആയിട്ടില്ല. ഡൈവേഴ്സൊക്കെ തുടങ്ങി ഇവിടെ. എന്നാലും ചില മൂല്യങ്ങൾ നിലയ്ക്ക് നിൽക്കണു ഇവിടെ, ഇല്ലേ? മക്കൾക്ക് കൊടുത്ത സ്വത്തിനെ തിരിച്ചു വാങ്ങാൻ ഇവിടെ കോടതി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നിയമമല്ലേ? അപ്പം അങ്ങനെ കുറച്ചെങ്കിലും ധർമ്മത്തെ നിലനിൽക്കുന്നുണ്ട്. സൂക്ഷിച്ചാലേ അറിയുള്ളൂ. മറ്റു രാജ്യമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ധർമ്മം നിലനിൽക്കണു. ബാക്കി അധർമ്മങ്ങൾക്ക് കാരണം കലിയുഗമാണ് എന്നാണ് ഉത്തരം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ഒരു എല്ലാവരും വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നോക്കുക. 10,000 കോപ്പി അച്ചടിച്ചാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അത്ര വിറ്റ് പോകണം ഗുരുവായൂർ. ഒരു കാലത്ത് കാശ് കുറച്ച് കൊടുത്തിരുന്നു ഇത് കോപ്പി പോകാണ്ട്. കോപ്പി ആരും വാങ്ങണില്ല, വില കുറച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വില കൂട്ടിയാലും ആൾക്കാർ വാങ്ങാറുണ്ട്. അതാണ് വ്യത്യാസം. ഭാഗവത സപ്താഹം 50,000 ഉറുപ്പ്യ ഗുരുവായൂർ ദൈവത്തിൽ അടച്ചാലേ ചെയ്യാൻ പറ്റൂ. അത് അടയ്ക്കാൻ ആൾക്കാരുണ്ട്, ആലോചിച്ച് നോക്കും. അപ്പോൾ അത്രയും കാശടച്ച് സപ്താഹം നടത്തുക, ഇത്രയും കോപ്പികൾ വിറ്റ് പോവുക, ഇതൊക്കെ ഭാഗവതത്തിനുള്ള സ്വീകരണമല്ലേ കാണിക്കണം. കലിയിൽ മുഴുവൻ ധർമ്മം നശിച്ചിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ട്. കലോ നഷ്ടദിശാമേഷ പുരാണർക്കോ ദിനോദിത. അതുകൊണ്ട് ഭഗവാൻ ഇവിടുന്ന് പോയി കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിസ്സഹ കലോ നഷ്ടദിശാമേഷ പുരാണർക്കോ അതിനോദിത. ഇപ്പോൾ 3-ാമത്തെ അധ്യായം കഴിഞ്ഞു. അടുത്ത ഭാഗത്തിൽ അത് പാരായണം ചെയ്യാം.